വെൽക്കം ടു സലാല സ്പൈസി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഇന്നിപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ 2 മക്കളായിട്ട് ഒരു ചെറിയൊരു ഗെയിമായിട്ടാണ്, ഒരു ചലഞ്ചിങ് ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, അവർ കണ്ണ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ സാധനങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ബ്ലൈൻഡ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് പറയുന്ന ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ആദ്യം ഞങ്ങൾ ഇവരെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല ഇത് ഇന്നതാണെന്ന്. അവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ റൂമിലാക്കാൻ പോവുകയാണേ. ഞാൻ വിളിക്കുമ്പോഴാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഡോറ് ഞാൻ ക്ലോസ് ചെയ്ത് ഇനി സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അവരെ റൂമിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവരെ കണ്ട് കെട്ടി കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ടും പറയിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തൊക്കെയാണ്. ഇതിപ്പോൾ അവർക്ക് സ്മെല്ല് ചെയ്താലോ അല്ലെങ്കിൽ ടച്ച് ചെയ്താലോ മനസ്സിലാവുമെന്ന് നമ്മൾ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ അവരെന്നെ കണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കിയാലോ, അവരെ വിളിക്കാം കേട്ടോ. ഇനി അവിടെ പോയിട്ട് ചക്കീനെയാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ചക്കിക്ക് കെട്ടി കൊടുക്കാം. ഓക്കെ, വാ. മണവാട്ടീനെ കൊണ്ടുവരുന്ന പോലെയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഫസ്റ്റ് വെക്കാൻ പോകുന്നത് കാണിക്കാണ്. ഓക്കെ, ചെക്ക് നോക്കും. പപ്പടം. യെസ്, ഗുഡ് ഗേൾ. ഓക്കെ, മാറ്റി കേട്ടോ. എന്താ നല്ലോണം നോക്ക്, സ്മെല്ലൊക്കെ ചെയ്ത് നോക്കിയ എന്താ മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായി. എന്താണ് നമ്മുടെ കുട്ടിയമ്മ ശ്രദ്ധിച്ചിട്ടില്ലേ അതൊക്കെ? മനസ്സിലാക്കി പറ. ഉറപ്പാ? കുരുമുളക്. ഗുഡ് ഗേൾ. വെയിറ്റ് ഞാൻ പറയും. ഓക്കെ, കൈ ഓക്കെ. നെത്തിക്കാൻ പാടില്ല, അമർത്താൻ പാടില്ല. എന്താ നെല്ലിക്കാതെ ആദ്യമാണ്. അപ്പൊ അത് ചക്കിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇഷ്ടമുള്ള സാധനം. വെരി ഗുഡ്.
ഓക്കെ സ്മെൽ ചെയ്ത് നോക്കാം, ചെയ്യാം, ടേസ്റ്റ് ചെയ്യാൻ ചെയ്യാം. അല്ലല്ലോ, അപ്പൊ ഇത് ചക്കിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ മണല്ല അറിയില്ല. എന്താ സാധനം വരൂ? ലാസ്റ്റ് ഫൈനലാണ്. ചീഞ്ഞിട്ടില്ലല്ലോ. മുളക് കാണാം. കണ്ണ് തുറക്കാണ്. അപ്പൊ ഇത് അറിയില്ല എന്ന് പറഞ്ഞ സാധനം ഒന്ന് കാണിച്ചു കൊടുക്ക്. അപ്പൊ ഇനി ഞാൻ കിച്ചണിൽ പോയിട്ട് കണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, are you ready? Yes. ഇപ്പൊ എന്താ എന്റെ കയ്യിലുള്ള? ഓക്കെ, നീയാണ് ഇനിയിപ്പോ ചെയ്യാൻ പോണത്. ചക്കിയുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. കുരുമുളക ഒരു സാധനം ചട്ടി മിണ്ടരുത്, മിണ്ടിപ്പോലെ. ഓക്കെ, You can smell, you can touch, you can taste. ചായപ്പൊടി. Very good. അതെന്താ അറിയോ, കിച്ചണിലേക്ക് ചായ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് കിച്ചണിൽ ചായ കുടിക്കണ്ട, അല്ലെങ്കിൽ മനസ്സിലാവും. ഒന്നുമില്ല. ഓക്കെ, കൈപ്പയ്ക്ക. അങ്ങനെ ടച്ച് ചെയ്ത നോക്കി മനസ്സിലായി. അതില് എങ്ങനെ മറ്റേ അങ്ങനെ എന്തായിരുന്നു, ഒരു ഇത് മാതിരി നിൽക്കുമ്പോ തന്നെ മനസ്സിലാവും. കഴിക്കണ്ട, ചെലപ്പോ കയ്പോ വെള്ളം കുടിക്കണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എന്ത് വേണേ ചെയ്യാം. അലവര. അയ്യോ, കിച്ചുവിനെ ഉറപ്പാണ്. ഒരുവിധം വേഗം പറഞ്ഞിരിക്കറിയാം. കേട്ടോ, കിച്ചുവിന് ഈസി ആവും എല്ലാം. ഓക്കെ, പപ്പടം, പച്ചപ്പപ്പടം. എനിക്ക് ഗിഫ്റ്റ് മേടിച്ചതാണെങ്കിൽ ചക്കിക്കും മേടിച്ചു കൊടുക്കണം കേട്ടോ. അവള് കരയും. എവിടെ അവള്? എന്താ കരയും. നേരത്തെ ചക്കിക്ക് മാത്രം ഈ സാധനം നമ്മളെ വെച്ച് കൊടുത്തില്ല, നമുക്ക് മനസ്സിലാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് ഇത്. പക്ഷെ കിച്ചു പറയട്ടെ കേട്ടോ. ഓക്കെ കിച്ചു, ബിരിയാണി സാധനം ഫ്ലോവ്. ഇതൊക്കെ വെറുതെ വെച്ച് കൊടുക്കുക കിച്ചു. ഓക്കെ, ഇത് മനസ്സിലാവില്ല. മനസ്സിലായോ? കഴിച്ചോട്ടെ. കാങ്കേശം. മുട്ടണോ? മുട്ടയാ? മുട്ടയുടെ ടേസ്റ്റ് ഒക്കെ അറിയില്ല. വേറെ എന്തോ സാധനം. മനസ്സിലാവില്ല? അത് അത്ഭുതമല്ലോ. അതല്ലേ എന്താ സാധനം പറയും. Last year അറിയുള്ളൂ. അല്ല ശരിയല്ലോ കേട്ടോ. ബാക്കി അപ്പൊ ഇല്ല. അത് ചെയ്യാനാ ഇതിന്റെ ഫേവറേറ്റ് ആണ്. മനസ്സിലായി. നേരത്തെ ചക്കിക്ക് കാണിക്കാതെ വെച്ച് കൊടുക്കാത്താണ്. വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക്കോ? ആണോ? അതെ, ലിപ്സ്റ്റിക്കാണ്. ട്രൈ ചെയ്താൽ കിട്ടും. ഈ യൂസ് ചെയ്യുന്ന സാധനം ഞാൻ യൂസ് ചെയ്യുന്ന സാധനം സ്മെല്ലില്ല. സ്മെല്ലൊന്നും മനസ്സിലാവില്ല. അപ്പൊ ആ, ഗ്ലൂ ഗ്ലൂ. ഗുഡ് ബോയ്. ഇന്നത്തെ ചലഞ്ചിലുള്ള രണ്ടുപേരുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ 10 ഐറ്റംസ് ആയിട്ട് രണ്ടുപേർക്കും 10 ഐറ്റംസ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കിച്ചു നേരത്തെ എന്താണ് മനസ്സിലാവാത്ത സാധനം എന്താന്ന് ഞാൻ കാണിച്ചിട്ടെ. എന്താ മനസ്സിലായിട്ടേ ഇല്ല.
അയ്യോ തക്കാളിയാണോ? എന്ന് പറഞ്ഞാൽ ഒരുവിധ സാധനങ്ങളൊക്കെ അവൻ ശ്രദ്ധിക്കും. അമ്മ സർപ്രൈസ് തരൂലേ? വെയിറ്റ്. അപ്പോ രണ്ടുപേരിലും കിച്ചനെയാണ് ജയിക്കാന്ന് എനിക്കറിയാം. അപ്പൊ കിച്ചന് മാത്രം ഗിഫ്റ്റ് കൊടുക്കൽ നടക്കില്ല. രണ്ടുപേർക്കും കൂടി ഗിഫ്റ്റ് ഏട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് എത്തി. അപ്പൊ ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് പിടിച്ചു. കിച്ചൺ സെറ്റ്. കിച്ചൺ സെറ്റ്. ചക്കിയുടെ ഫേവറേറ്റ് കിച്ചൺ സെറ്റ് ആണ്. ലാൻഡ് ക്രൂസർ ആണല്ലോ. ലാൻഡ് ക്രൂസർ ആണല്ലോ. അപ്പൊ കിച്ചൂരും രണ്ടുപേർക്കും ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് നടക്കില്ല. അപ്പൊ ഞാൻ എന്നോട് തീരുമാനിച്ചതാണ് രണ്ടുപേർക്കും കൂടി ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. അപ്പൊ നമ്മളുടെ ഇവരുടെ ഇൻട്രസ്റ്റിൽ ചെയ്ത ഒരു ഗെയിമാണ്, അല്ലാണ്ട് ഇതൊരു സംഭവമായിട്ടൊന്നുമല്ല. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചു പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതെ ചെയ്യിക്കണം. അതെ. അപ്പൊ എന്റെ മക്കള് പറഞ്ഞ പോലെയൊക്കെ ചെയ്യാം.